അപ്പോൾ തനോട്ടുമാതാ മന്ദിറിൻ്റെ അവിടെ നിന്നുള്ള ചെക്ക് പോസ്റ്റ് നമ്മൾ ക്രോസ് ചെയ്ത് പോവുകയാണ്. ഇവിടെയാണ് ഫസ്റ്റ് ചെക്കിംഗ് ഉള്ളത്. അപ്പോൾ നമുക്കൊരു വലിയ ചാൻസ് തന്നത് നമ്മുടെ മലയാളിയായ കായംകുളംകാരനായ സാറാണ്. വിനീഷ് സാർ ഇവിടെയുണ്ട്. അപ്പോൾ ഇതാണ് അവരുടെ ബങ്കർ, ചെക്ക് പോസ്റ്റിലെ ബങ്കറാണ്. സാർ ആപ്കാ നാം? തേജ് ബഹാദൂർ സിംഗ്. അപ്പോൾ ഇദ്ദേഹമാണ് കേട്ടോ, നമ്മുടെ കായംകുളംകാരനാണ്. സാറ് ഇവിടെ ആയിട്ട് എത്ര നാളായി സാറ്? ഇവിടെ വന്നിട്ട് ഒരു വർഷത്തോളമായി. ഒരു വർഷമായി. ഇതിന് മുമ്പ് കാശ്മീരായിരുന്നു അല്ലേ? ഇവിടെ നമ്മൾ മലയാളികൾ കുറവാല്ലേ? ശരി. കുറച്ച് പേര് ഞാൻ അത്യാവശ്യ ആൾക്കാരെ എല്ലാം ഞാൻ പരിചയപ്പെട്ടു. ഓക്കെ സാർ, താങ്ക് യു വെരി മച്ച്. ഞാൻ പോയിട്ട് വരാം. ഓക്കെ. അപ്പോൾ തനോട്ടുമാതാ മന്ദിറിൽ നിന്നും നമ്മൾ യാത്ര മുന്നോട്ട് പോരുകയാണ്. അപ്പോൾ മരുഭൂമിയാണ്. ഇങ്ങോട്ട് ആദ്യമായിട്ടാണ് ഒരു സൈക്കിളും ഒരു നായ്ക്കുട്ടിയും എന്നെപ്പോലെയുള്ളൊരു സാധാരണക്കാരൻ മനുഷ്യനും കടന്നു വരുന്നത്. അതിനെല്ലാം നമുക്ക് സഹായം ചെയ്തത് വിനീഷ് സാറാണ്, കായംകുളംകാരൻ. അപ്പോഴത്തെ തനോട്ടിൽ നിന്നും ഞാൻ 3 കിലോമീറ്റർ ഇങ്ങ് പോന്നു. ഇനി 17 കിലോമീറ്ററാണ് ബൗലീനുള്ളത്. അപ്പോൾ സ്പെഷ്യൽ പെർമിഷനിലൂടെ ഞാനും കുഞ്ഞിയും ബൗലീനിലേക്ക് യാത്ര ചെയ്യുകയാണ്. അപ്പോൾ കുഞ്ഞി സന്തോഷത്തിലാണ്, ഞാനും സന്തോഷത്തിലാണ്. രാവിലെ ഫുഡൊക്കെ കഴിച്ചതിൻ്റെ സന്തോഷത്തിൽ കുഞ്ഞ് കിടന്നുറങ്ങുന്നു. സൈക്കിൾ ചവിട്ടുന്നതിൻ്റെയും ഇൻഡോ പാക് ബോർഡർ കാണുന്നതിൻ്റെയും സന്തോഷത്തിൽ ഞാൻ യാത്ര മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ശരി, നമുക്ക് യാത്ര മുന്നോട്ട് പോകാം. ബബ്ലിയാനിലേക്കുള്ള യാത്രയിൽ നമ്മൾ വലിയൊരു മരുഭൂമിയുടെ നടുവിലാണ് നിൽക്കുന്നത് കേട്ടോ. ഇതൊന്നും ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറത്താണ്. അപ്പോൾ അങ്ങ് അകലെ കാണുന്ന മുഴുവൻ ചെമ്മരിയാടിൻ കൂട്ടങ്ങളാണ്. ഒരുപാടുണ്ട് കേട്ടോ, കിലോമീറ്ററുകൾ ചെമ്മരിയാടിൻ കൂട്ടങ്ങളെ നമുക്ക് കാണാൻ പറ്റും. നമുക്കത്ര ക്ലിയർ ആയിട്ടുള്ള വീഡിയോസ് എടുക്കാൻ പറ്റില്ല. ഇത് മിലിറ്ററി ഏരിയ ആണ്, അതുപോലെ തന്നെ ബോർഡർ ഏരിയ ആണ്. ഇതുണ്ടോ, ഞാൻ വന്ന വഴിയാണ് ആ കാണുന്നത്. അപ്പോൾ നമ്മൾ ഈ വഴിയെ ഇങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. കിലോമീറ്ററുകൾ ഒറ്റയടിക്ക് കിടക്കുന്ന ആ ഒരു മലനിരയാണ്, മരുഭൂമിയുടെ മലനിര. അപ്പോൾ ശരി, നമ്മൾ പതിയെ ഈ വഴിയെ മുമ്പോട്ട് പോവുകയാണ്. ഇനി എനിക്ക് പോകാനുള്ളത് 12 കിലോമീറ്ററാണ്. അവിടെ എത്തിക്കഴിഞ്ഞാൽ അതുപോലെ തന്നെ എനിക്ക് 20 കിലോമീറ്റർ ഇന്ന് തിരിച്ചും ചവിട്ടണം. അപ്പോൾ ഞാനും കുഞ്ഞിൻ്റെ കുഞ്ഞ് നല്ല ഉറക്കത്തിലാണ്. രാവിലെ ഫുഡ് കൊടുക്കുന്നുണ്ട്, അവിടെ നല്ല ഉറങ്ങുകയാണ്. അപ്പോൾ ഞാനും കുഞ്ഞിയും കൂടി ഇങ്ങനെ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിൽ സംഭവിക്കാത്ത കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതായത് താർ മരുഭൂമിയുടെ നടുവിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അത് വലിയ സന്തോഷം. അതോടൊപ്പം തന്നെ ഇൻഡോ പാക് ബോർഡറിലേക്ക് ഈ വഴിയെ യാത്ര ചെയ്യുന്ന ആദ്യത്തെ സൈക്കിൾ യാത്രികൻ, അതും ഒരു നായ്ക്കുട്ടിയുമായിട്ട് യാത്ര ചെയ്യുന്ന ആദ്യത്തെ സൈക്കിൾ യാത്രികൻ ഞാൻ തന്നെയാണ്. അപ്പോൾ അതിലും വലിയ അഭിമാനമുണ്ട്. അതൊക്കെ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ്. നിങ്ങളെപ്പോലുള്ള ഒരുപാട് പേര് നല്ലതും മോശവുമായിട്ടുള്ള കമൻറ്റുകൾ ഇടുന്നതുകൊണ്ടാണ് എനിക്ക് കൂടുതൽ എനർജി കിട്ടുന്നത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഇനി അഭ്യർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ യാത്ര മുന്നോട്ടാണ്, ഇൻഡോ പാക് ബോർഡറിലേക്ക്. അപ്പോഴത്തെ ജീവിതത്തിലെ അസുലഭ നിമിഷത്തിലേക്ക് ഞാൻ ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതുണ്ടോ, ഈ കാണുന്ന വഴിയിലൂടെ കുറച്ച് ദൂരം കൂടി പോയാൽ നമുക്ക് ഇൻഡോ പാക് ബോർഡറിലേക്ക് എത്താം. ഈ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.